അതുകൊണ്ട് ഇംഗ്ലീഷിൽ 2 സ്ട്രക്ചേഴ്സാണ് പറയാൻ ഏറ്റവും ബുദ്ധിമുട്ട്. പറഞ്ഞേ, ഒന്നാമത്തത് എല്ലാ ദിവസവും. പറഞ്ഞേ, പൊതുവെ എല്ലാ ദിവസവും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം അതിനകത്ത് ഒന്നും വേണ്ട. ഫോർ എക്സാമ്പിൾ, ഐ ഗോ. പറഞ്ഞേ, ഒന്നും വേണ്ട. ഐ എം ഗോയിങ് എന്ന് പറയുമ്പോൾ ING ഒക്കെ ഉണ്ട്. എന്നാൽ ഐ ഗോ എന്ന് പറയുന്ന അർത്ഥം എന്താ? ഞാൻ പോകാറുണ്ടെന്ന് അർത്ഥം. എന്തെങ്കിലും വേണോ? അത് ബുദ്ധിമുട്ടാണ്. പറഞ്ഞ ഐ നോ, ഐ ലൈക്ക്. ഇതൊക്കെ ആ സ്ട്രക്ചറിലാണ് വരുന്നത്. അതുകൊണ്ട് ഇത് ബുദ്ധിമുട്ടാണ്. ചില ആളുകൾ ഒന്നുമില്ലല്ലോ, എന്തോ ഒരു കുറവുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഐ എം ഗോ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഐ എം ഗോയിങ് എന്നൊക്കെ പറയാൻ തോന്നും, പക്ഷെ പറയാൻ പാടില്ല. അതുകൊണ്ട് ഇംഗ്ലീഷിലെ ഫസ്റ്റ് ഫോംസിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. സെക്കൻഡ് തിങ്, ഒരു കാര്യം നടന്നു എന്ന് പറയാൻ ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണ്. കാര്യം സാധാരണ എല്ലാ ആക്ഷൻ്റെ കൂടെയും ഇടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കാര്യം ചെയ്തു എന്ന് പറയാൻ പറ്റും. എക്സെപ്റ്റ് കുറച്ച് ഏകദേശം 100 ആക്ഷൻസ് ഉണ്ട്. അവന്മാർ ഇടി കൊള്ളൂല. ഫോർ എക്സാമ്പിൾ നോക്കൂ, പറഞ്ഞേ, സിങ്. സെക്കൻഡ് ഫോം പറയും, സിങ്. സെക്കൻഡ് ഫോം പറയും, പറയാം അങ്ങോട്ട്. സാങ് എന്ന് പറയേണ്ടത്, സിങ്, സാങ് എന്ന് പറഞ്ഞത്. ഡ്രിങ്ക്, ഡ്രാങ്ക്. സ്പീക്ക്, സ്പോക്ക്. എന്താ? സ്പോക്ക്. ഓക്കെ. ഇനി വേറൊരു ഫോം കൂടിയുണ്ട്, തേർഡ് ഫോം എന്ന് പറയും. അത് ഹാസോ ഹാവ് ഹാഡ് നമ്മൾ ഉപയോഗിക്കുന്നത്.